നമസ്കാരം. MLA പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ യുവസംഘത്തിൽ നിന്ന് കഞ്ചാവ് മിശ്രിതം പിടികൂടിയതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരെയും പേരെടുത്ത് വിമർശിക്കുകയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്യുകയും ഒടുവിൽ വാർത്ത വ്യാജമല്ലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളുമായി എക്സൈസ് വകുപ്പ് FIR ഇട്ട് പ്രതിഭയ്ക്ക് തന്നെ ഒരു തിരിച്ചടി കൊടുത്തു. ആ FIRന്റെ കോപ്പി പുറത്തു വന്നതോടെ അപഹാസ്യനായി അഡ്വക്കേറ്റ് പ്രതിഭയെ സോഷ്യൽ മീഡിയ വാരിയെടുത്തിട്ട് അലക്കുകയാണ്. മാധ്യമങ്ങളോടൊപ്പം എക്സൈസ് നിന്നതോടെ പ്രതിഭയുടെ മിണ്ടാട്ടം പൊട്ടി. ഫേസ്ബുക്ക് പേജിൽ ഇതുമായി ബന്ധപ്പെട്ടതല്ല പോസ്റ്റ് എന്നും അടിയിൽ പോലും പൊങ്കാലയിടുകയാണ് മലയാളികൾ ഇപ്പോൾ. മകൻ തെറ്റ് ചെയ്യുന്നത് മാതാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ലെന്നും പക്ഷെ തെറ്റ് പറ്റിയാൽ മാധ്യമങ്ങൾക്കെതിരെ കുരച്ചു ചാടുന്ന രീതി നല്ലതല്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു അനുസ്മരണ പരിപാടിയുടെ പോസ്റ്റിന് താഴെയാണ് ഇപ്പോൾ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചില കമന്റുകൾ വായിക്കാം. കഷ്ടമാണിവർ, എന്ത് ചെയ്തു, എത്രയായാലും ഇവർ ഒരു അമ്മയാണ്. തിരിച്ചറിവില്ലാത്ത മക്കൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ മാതാപിതാക്കളെ പേടിക്കുന്ന മക്കൾ ഒളിച്ചും പാത്തും പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവർ MLA ആയതുകൊണ്ടാണ് അത് എടുത്തു കാട്ടുന്നത്. അവർക്ക് വേദനയില്ലേ? സ്വന്തം മക്കളെ തെറ്റ് ചെയ്തോ ഇല്ലയോ ഈ കൂട്ടത്തിൽ മോനുണ്ടായിരുന്നു. പക്ഷെ ഇവരല്ല ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. പഴയ കാലമൊന്നുമല്ല, മക്കളെ മടിയിലടക്കം എടുത്ത് കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നത് പോലെയാണ്. അത് പറ്റില്ല. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തുറന്നു പറയുക തന്നെ വേണമെന്നാണ് ഫേസ്ബുക്കിലെ ഓരോ കമന്റുകളും. വാർത്ത റിയൽ ആണ്. മനോരമ, ഏഷ്യാനെറ്റ്, 24 തുടങ്ങി എല്ലാവരും ഈ വാർത്ത നൽകിയിട്ടുണ്ട്. എന്തിനീ വെളുപ്പിക്കൽ? MLAയുടെ വാക്കുകൾ തന്നെ എല്ലാം ഉണ്ട്. അരിയാഹാരം കഴിക്കുന്ന തലച്ചോറ് പാർട്ടിക്ക് പടയം വയ്ക്കാത്തവർക്കെല്ലാം വ്യക്തമായി മനസ്സിലാകും. ഗ്രാം കണക്കൊക്കെ ബോധപൂർവം പറയുന്നത് കേട്ടാൽ തന്നെ ക്ലിസ്റ്റർ ആൻഡ് ക്ലിയർ ആണ്. പേരിന് മുമ്പ് അഡ്വക്കേറ്റ് ഉള്ളത് കൊണ്ട് നിയമ പഠനത്തിന്റെ പടിൽവാതിൽക്കൽ ചവിട്ടിക്കാണുമല്ലോ. ഓർക്കുക, കേരളീയർ പ്രബുദ്ധരാണ്. പാർട്ടി വളർത്താൻ വേണ്ടി മദ്യവും കഞ്ചാവും നൽകിയ ചെറുപ്പക്കാരെ പാർട്ടിയുടെ കൂടെ നിർത്താൻ ശ്രമിച്ചപ്പോൾ ഓർക്കണമായിരുന്നു, നാളെ എന്റെ വീട്ടിലും ഈ ഗതി വരുമെന്ന്. പണ്ടൊക്കെ കാലങ്ങൾക്ക് ശേഷമായിരുന്നു, ഇപ്പോൾ സ്പോട്ടിലാണ് തിരിച്ചടി എന്നാണ് ഫേസ്ബുക്കിൽ ഓരോ മനുഷ്യരും കമന്റ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ATM മോഡലാണ്. ഇപ്പോ കുത്തിയോ അപ്പോ തന്നെ കിട്ടും. പ്രതിഭ ചേച്ചി എങ്ങനെ വിളിക്കുന്നു? നിങ്ങളെ സ്ത്രീ ആയതുകൊണ്ട്. നിങ്ങൾക്ക് തരുന്നു ഒരു മര്യാദയാണ്. MLA എന്നത് നിങ്ങളുടെ മേൽവിലാസമല്ല, അത് ജനങ്ങൾ നിങ്ങൾക്ക് തന്ന ഒരു പദവിയാണ്. നിങ്ങൾ മീഡിയക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ ലൈവിൽ വന്നിട്ട് എന്തായി? മകൻ ശരിക്കും കഞ്ചാവ് ഉപയോഗിച്ചു, സ്വയം അത് തിരിച്ചറിയുകയും ചെയ്തു. മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള ആർജവം ഒക്കെ പോയോ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഉപദേശി നന്നായിട്ട് വേണം കരക്കാരെ നന്നാക്കാൻ ഇറങ്ങാൻ. അതായത് സ്വന്തം മകനെ നേർവഴിക്ക് കൊണ്ടുവന്നിട്ട് വേണം MLA എന്ന പട്ടവും കെട്ടി ജനങ്ങളെ നന്നാക്കാൻ. എന്തായാലും അന്ന് പ്രതിഭ ഒരു ലൈവ് ഇട്ടില്ലായിരുന്നെങ്കിൽ ഈ വാർത്ത അവിടം കൊണ്ട് തന്നെ, അതായത് ആ ദിവസം കൊണ്ട് തന്നെ, ആ രാത്രി കൊണ്ട് തന്നെ ആ വാർത്തയുടെ പ്രാധാന്യം അസ്തമിക്കുമായിരുന്നു. പക്ഷെ നല്ല വെള്ള ചമയാൻ വേണ്ടി പ്രതിഭ കാണിച്ച ഒരു ഏറ്റവും വലിയൊരു മണ്ടത്തനം, അല്ലെങ്കിൽ ഏറ്റവും വലിയ, അത് CPM-കാർക്കുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമാണ് അതിബുദ്ധി, അല്ലെങ്കിൽ തലയ്ക്കകത്ത് ആൾതമസമില്ലാതെ പ്രവർത്തിക്കുക. ലൈവ് ഇട്ട് അങ്ങ് വിദേശ രാജ്യത്തിരിക്കുന്നവരെ പോലും പ്രതിഭ വിളിച്ചു പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളെ എന്റെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം തന്നെ തിരിച്ച് എക്സൈസ് വകുപ്പ് FIR അടിച്ചു. 9ാം പ്രതിയാണ് പ്രതിഭയുടെ മകൻ എന്ന്. സംഭവം ഒരു 90 ഗ്രാം പിടിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ അവർ പതുക്കെ അത് കുറച്ചുകൊണ്ട് 3 ഗ്രാം ആക്കിയത് ചിലപ്പോൾ MLA പേടിച്ചിട്ടോ CPM-നെ പേടിച്ചിട്ടോ ഒന്നുമല്ല. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. FIR ഇട്ട് മാസ്റ്റർ തയ്യാറാക്കി DG എൻ്റർ ചെയ്ത് നേരെ ജയിലിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് എളുപ്പം. കൊണ്ടിട്ട് കഴിഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കും. MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിറ്റേ ദിവസം വലിയൊരു പ്രതിഷേധം ഉണ്ടാവും. അത് പോലീസിന് തന്നെ അത് തലവേദനയാണ്. ലോ ആൻഡ് ഓർഡർ ഒക്കെ താളം തെറ്റും. അത് അവർക്ക് വലിയ തലവേദനയാണ്. കാരണം ഒട്ടനവധി പോലീസുകാർ ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പം അത് അവർക്കൊരു വലിയ പ്രശ്നമാവും. പിന്നെ അത് മാത്രമല്ല, 21 വയസ്സ് മാത്രമുള്ള ഒരു ചെറുക്കനാണ്. അകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു 5-8 വർഷം വരും ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ. ആ സമയത്ത് ഏറ്റവും വലിയൊരു കൊടുങ്കുറ്റവാളിയായി മാറേണ്ട ഒരു നന്നാവാനുള്ള ഒരു അവസരം കൂടെ കൊടുക്കാം എന്നത് കൊണ്ടൊരു മനസാക്ഷിക്ക് പുറത്താണ് പോലീസ് ചെയ്തത്. അല്ലാതെ പ്രതിഭയെ പേടിച്ചു കൊണ്ടൊന്നുമല്ല പോലീസ് ചെയ്തത് എന്ന് പ്രതിഭ ഓർക്കണം.